Hello dear student, next we are going to discuss about the scan line method. This is an example of image space method and it is used for removing hidden surface and it is an extension of the scan line algorithm. Scan line algorithm നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. പോളിഗൺ ഫില്ലിങ്ങിൻ്റെ കേസിൽ സ്കാൻ ലൈൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് മൾട്ടിപ്പിൾ സർഫസ് ഉണ്ടായിരിക്കും. അതിലേത് സർഫസ് ആണ് വിസിബിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, ഹിഡൻ സർഫസിനെ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യും. സോ ഹിയർ സ്കാൻ ലൈൻ മെത്തേഡ് മീൻസ് നമ്മളൊരു സ്ക്രീനിലെ സ്കാൻ ലൈൻസിനെ ആയിരിക്കും അല്ലെങ്കിൽ സ്കാൻ ലൈൻ ഓരോ സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈനായിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഓരോ സ്കാൻ ലൈൻ പ്രോസസ്സ് ചെയ്യുമ്പോഴും ആ സ്കാൻ ലൈൻ ഏതൊക്കെ സർഫേസിനെ ടച്ച് ചെയ്യുന്നുണ്ടോ ആ സർഫേസിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, വിച്ച് ആർ വിസിബിൾ ആൻഡ് വിച്ച് ആർ നോട്ട് വിസിബിൾ. സോ ഇപ്പോൾ ഓരോ സ്കാൻ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ നമ്മൾ ഇൻ കേസ് ഒരു ഓവർലാപ്പിംഗ് വരുവാണെങ്കിൽ, അതായത് നമ്മളൊരു സ്കാൻ ലൈനിൽ ഒരു പെർട്ടിക്കുലർ സർഫേസിനെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളെങ്കിൽ ആ സർഫേസ് വിസിബിൾ ആയിരിക്കും. മോർ ദാൻ വൺ സർഫേസിനെ ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് ഓവർലാപ്പിംഗ് സർഫേസ് വരുവാണെങ്കിൽ അതിൽ ഒരാൾ ഇൻവിസിബിളും ആയിരിക്കും, ഒരാൾ വിസിബിളും ആയിരിക്കും. സോ അതിൽ ആരാണ് ഇൻവിസിബിൾ വിസിബിൾ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്ത് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഏതാണോ വിസിബിൾ സർഫേസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ റിഫ്രഷ് ബഫറിലോട്ട് ലോഡ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പിക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫേസ് ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഈച്ച് സ്കാൻ ലൈൻ ഈസ് പ്രോസസ്ഡ്. All the polygon surfaces that will intersect at that scan line are examined to determine which are visible and which are not visible. Okay, and across each scan line we have to calculate the depth information for each overlapping surface to determine which is nearest to the view plane. ഡെപ്ത് ഇൻഫോർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സ്കാൻ ലൈൻ ഒന്നിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒന്നിൽ സർഫേസിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആരാണോ നമ്മുടെ വ്യൂവിങ് പ്ലെയിനിലായിട്ട് നിയറസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അയാളായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ ബാക്കിലുള്ളത് ഇൻവിസിബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ ഓക്കെ, ഇങ്ങനെ രണ്ട് സർഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സർഫേസിൻ്റെ ഫിഗർ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതിൻ്റെ ഈ ഒരു ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇത് ഫസ്റ്റ് സർഫസ്, ഇത് സെക്കൻഡ് സർഫസിൻ്റെ ഈ ഒരു ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിരിക്കും. ആ ഒരു പോർഷനിൽ നമുക്ക് ഫസ്റ്റ് സർഫസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ഇൻ്റർലാപ്പിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് വരുന്ന കേസിൽ നമുക്ക് രണ്ട് സ്കാൻ ലൈൻ എന്ന് പറയുന്നത് രണ്ട് പേരെ ടച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് പേരെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡെപ്ത് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഡെപ്ത് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും നിയറർ ടു സർഫേസ് എങ്കിൽ നമ്മൾ എന്തായിരിക്കും 1ൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും സേവ് ചെയ്യുന്നത്. So when the visible surface has been determined, the intensity value for that position is entered into the refresh buffer. So here നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എഡ്ജ് ടേബിൾ ആൻഡ് പോളിഗൺ ടേബിൾ. ഓക്കെ, എഡ്ജ് ടേബിൾ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ ലൈക്ക് ഒരു സ്കാൻ ലൈനിൽ ആ സ്കാൻ ലൈൻ എന്തൊക്കെ എഡ്ജസിനെ ടച്ച് ചെയ്യുന്നു. എഡ്ജ് ടേബിൾ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ എഡ്ജസ് ഇൻ്റർസെക്റ്റിംഗ് ദ സ്കാൻ ലൈൻ ടച്ച് ചെയ്യുന്ന എഡ്ജസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് നമുക്ക് എത്ര സ്കാൻ ലൈൻസ് ഉണ്ടോ ആ ഓരോ സ്കാൻ ലൈനിലും നമ്മുടെ എഡ്ജ് ടേബിളിൽ ഒരു എൻട്രി കാണും. ആ എൻട്രിയിൽ ഈ പറഞ്ഞ സ്കാൻ ലൈൻ ഏതൊക്കെ എഡ്ജിനെ ടച്ച് ചെയ്യുന്നുണ്ട്, ആ എഡ്ജിൻ്റെ കോർഡിനേറ്റ്സ്, കോർഡിനേറ്റ്സ്, ആ എഡ്ജിൻ്റെ സ്ലോപ്പ്, ദെൻ എ പോയിൻ്റ് ടു എ പോളിഗൺ ടേബിൾ ടു ഐഡൻറ്റിഫൈ നമ്മുടെ ആ ഒരു സർഫേസ് എന്ന് പറയുന്നത് ഏത് സർഫേസിൻ്റെ അല്ലെങ്കിൽ ഏത് പോളിഗൺ സർഫേസിൻ്റെ ആ എഡ്ജ് എന്ന് പറയുന്നത് ഏത് സർഫേസിൻ്റെ എഡ്ജാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിഗൺ ടേബിളിനകത്തോട്ട് ഒരു പോയിൻറ്ററും കൂടെ കാണാം. സോ ദ എഡ്ജ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഓൾ ദ എഡ്ജസ്. For each scan line there exists an entry which contains the information that is like coordinate endpoints for each edge that is intersected by the scan line, the inverse slope of each line and the pointers into the polygon table to identify the surface bounded by each line. നമ്മൾ ടച്ച് ചെയ്യുന്ന എഡ്ജ് ഏത് സർഫസിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോളിഗൺ ടേബിളിലോട്ടുള്ള പോയിന്റ്. Then polygon table consists of the കോയിഫിഷ്യൻസ് ഓഫ് ദ പ്ലെയിൻ ഇക്വേഷൻ ഫോർ ഈച്ച് സർഫസ്. നമ്മളിപ്പോൾ ഒരു സർഫസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സർഫസ് അല്ലെങ്കിൽ ആ പ്ലെയിൻ്റെ ABCD കോയിഫിഷ്യൻസ് ആയിരിക്കും പോളിഗൺ ടേബിൾ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ദാറ്റ് പാർട്ടിക്കുലർ സർഫസ്, ആ ഒരു സർഫസിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻസ്, ആൻഡ് ദെൻ ഫൈനലി ദ പോയിൻറ്റേഴ്സ് ടു ദ എഡ്ജ് ടേബിൾ. സോ നമ്മളിവിടെ രണ്ട്
ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പോളിഗൺ ടേബിളും എഡ്ജ് ടേബിളും. എഡ്ജ് ടേബിളിൽ എഡ്ജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയിരിക്കും. പോളിഗൺ ടേബിൾ ഏതൊക്കെ പോളിഗൺ സർഫസ് നമ്മുടെ സീനിലുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി നമ്മൾ ഓരോ സ്കാൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പോഴും ആ സ്കാൻ ലൈൻ ടച്ച് ചെയ്യുന്ന എഡ്ജസിനെ ആയിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആക്റ്റീവ് എഡ്ജസ് എന്ന് പറയുന്നത്. ആ ആക്റ്റീവ് എഡ്ജസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്റ്റീവ് ലിസ്റ്റ് ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്. സോ to facilitate the search for the surface crossing the scan line, set up an active list of edges from the information in the edge table. Active list means which contains the only edges that cross the current scan line and which is sorted in the order of increasing S. നമ്മളൊരു കറണ്ടായിട്ട് ഇപ്പോൾ എടുക്കുന്ന ഏത് സ്കാൻ ലൈനാണോ ആ സ്കാൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന എഡ്ജസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ആക്റ്റീവ് ലിസ്റ്റ് ഓഫ് എഡ്ജസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി സോർട്ടഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എക്സ് വാല്യൂ. എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും അതിനെ സോർട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ഡിഫൈൻ എ ഫ്ലാഗ് ഫോർ ഈച്ച് സർഫസ് ദാറ്റ് ഈസ് സെറ്റ് ഓൺ ഓർ ഓഫ്. നമ്മുടെ പോളിഗൺ ടേബിളിനകത്താണെങ്കിൽ ഏതൊക്കെ സർഫസ് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ രണ്ട് സർഫസ് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ട് സർഫസിനെ പറ്റിയിട്ടുള്ള ഇത് S1 ഇത് S2 ആണെങ്കിൽ S1ൻ്റെ ABCD, S2ൻ്റെ ABCD, ഈ ഇതിനകത്തുള്ള പോയിൻറ്റ്സിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസ്, ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻസ്, ദെൻ പോയിൻ്റ് ടു എഡ്ജ് ടേബിളൊക്കെ ആയിരിക്കും നമ്മുടെ പോളിഗൺ ടേബിളിനകത്തുള്ളത്. അത് കൂടാതെ ഒരു ഫ്ലാഗ് ബിറ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് വാല്യൂ എന്ന് പറയുന്നത് ഓൺ ഓർ ഓഫ് ആയിരിക്കും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതിപ്പോൾ ഒരു സർഫസ് ആണെങ്കിൽ ഒരു സ്കാൻ ലൈൻ ആ ഒരു സർഫസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കാൻ ലൈൻ എപ്പോഴാണോ ഇതിൻ്റെ ലെഫ്റ്റ് ബൗണ്ടറിനെ ടച്ച് ചെയ്യുന്നത് ആ ഒരു കേസിൽ നമ്മുടെ ഫ്ലാഗ് ബിറ്റ് എന്ന് പറയുന്നത് ഓൺ മോഡാവും. ഇനി എപ്പോഴാണോ ഈ സ്കാൻ ലൈൻ നമ്മുടെ റൈറ്റ് ബൗണ്ടറിയിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത് ആ കേസിൽ നമ്മുടെ ഫ്ലാഗ് വാല്യൂ എന്ന് പറയുന്നത് ഓഫ് ആവും. സോ ഫ്ലാഗ് വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് സർഫേസ് വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ പോളിഗൺ ടേബിൾ ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി എയ്തർ ഓൺ ഓർ ഓഫ്. ഓക്കെ, ഓൺ ആവുന്നത് എപ്പോഴായിരിക്കും? At the leftmost boundary of the surface flag is turned on and at the rightmost boundary it is turned off. Okay, സ്കാനിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ ദീസ് ആർ ടു സർഫസസ്. ദിസ് ഈസ് S1 ആൻഡ് ദിസ് ഈസ് S2. ഓക്കെ, അപ്പോൾ ഇവിടെ S1 ആണ് വിസിബിളായിട്ടുള്ളത്. S1 ആണ് വിസിബിൾ എന്ന് പറയുമ്പോൾ S1 ആണ് നമുക്ക് മോർ ക്ലോസ് ആയിട്ടുള്ളത്. S2 അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ്. അപ്പോൾ ഈ S1ഉം S2ഉം ഓവർലാപ്പ് ചെയ്യുന്ന ഇത്രയും പൊസിഷനിൽ നോക്കുമ്പോൾ S1 ആണ് കൂടുതൽ വിസിബിളെങ്കിൽ S1ൻ്റെ ഇത്രയും പോർഷൻസ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആവുന്നത്. S2ൻ്റെ ഇത്രയും പോർഷൻസ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടി വരും, ഹിഡൻ സർഫസ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ എഡ്ജസ് ആർ A, B, C, D, E, F, G, H. This is S1 and this is S2. These are the three scan lines. Okay, അപ്പം നമ്മൾ ഫസ്റ്റ് സ്കാൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ആക്റ്റീവ് ലിസ്റ്റ് ഓഫ് എഡ്ജസിൽ ആ സ്കാൻ ലൈൻ ടച്ച് ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയാണോ അതിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും ആക്റ്റീവ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്കാൻ ലൈൻ ടച്ച് ചെയ്യുന്ന ഏതൊക്കെ എഡ്ജസിനെ ടച്ച് ചെയ്യുന്നുണ്ട്? ദിസ് എഡ്ജ് ദാറ്റ് ഈസ് AB, ദെൻ this edge that is BC, then this edge that is EH, then finally FG. ഓക്കെ, ഇത്ര എഡ്ജസിനെയാണ് ഇത് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് AB ആൻഡ് ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇപ്പം നമുക്ക് പറഞ്ഞു ആക്റ്റീവ് എഡ്ജ് ലിസ്റ്റ് എന്ന് പറയുന്നത് AB ഉണ്ട്, BC ഉണ്ട്, EH ഉണ്ട്, FG ഉണ്ട്. ഈ 4 എഡ്ജസാണ് ആക്റ്റീവായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ പൊസിഷൻസ് അലോങ് ദിസ് സ്കാൻ ലൈൻ ബിറ്റ്വീൻ AB ആൻഡ് BC, അതായത് ഫസ്റ്റ് നമുക്ക് കിടക്കുന്ന AB ആൻഡ് BC അതിനിടയ്ക്കുള്ള പൊസിഷൻസാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതായത് AB BCക്ക് ഇടയ്ക്കുള്ള പോർഷൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻസ്. ഓക്കെ, അത്രയും പൊസിഷനിലെ അവിടെ ഏതൊക്കെ സർഫസിൻ്റെ ഫ്ലാഗ് ബിറ്റ് ഓൺ ആണെന്ന് നോക്കും. അപ്പം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് S1ൻ്റെ മാത്രമാണ്. സോ S1ൻ്റെ ഫ്ലാഗ് ബിറ്റ് അവിടെ ഓഫും S2ൻ്റെ ഫ്ലാഗ് ബിറ്റ് എന്ന് പറയുന്നത്
S1ൻ്റെ ഫ്ലാഗ് ബിറ്റോടെ ഓണും S2ൻ്റെ ഫ്ലാഗ് ബിറ്റോടെ ഓഫും ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിലെത്തുമ്പോൾ S1ൻ്റെ ഫ്ലാഗ് ബിറ്റ് ഓൺ ആയിട്ടിരിക്കുകയാണ്, S2ൻ്റെത് ഓഫ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവിടെ ടച്ചിങ് വന്നിട്ടില്ല. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിപ്പോൾ S1 ആണ് എടുത്തത്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ബൗണ്ടറി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഓർഡർ അനുസരിച്ച് S1ൻ്റെ ലെഫ്റ്റിൽ നമ്മൾ സ്കാൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ S1 ഓൺ ആണ്, S2 ഓഫാണ്. സോ ഈ ഇത്രയും പോർഷനിൽ ഇൻ ബിറ്റ്വീൻ AB ആൻഡ് BC S1 ആണ് ഓണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു സർഫസ് മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. അത്രയും പോർഷൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ നമ്മുടെ ഫ്രഷ് ബഫറിലോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ BCEH എടുക്കുവാണെങ്കിൽ BCEH എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ AB BC EH ആൻഡ് FG. BCEH എടുക്കുവാണെങ്കിൽ എത്രയും പോർഷൻസ് ആയിരിക്കും വരുന്നത്? ഇത്രയും പോർഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ S1ൻ്റെ ഫ്ലാഗ് ബിറ്റ് ഓഫ് മോഡ്, S2ൻ്റെതും ഓഫ്, S1ൻ്റെത് ഓഫ്, S2ൻ്റെ ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ BCക്കും EHനും ഇടയ്ക്ക് നോക്കുമ്പോൾ S1 ഓഫാണ്, S2 ഓഫാണ്. ദാറ്റ് മീൻസ് ഒരു സർഫസ് അവിടെ വിസിബിൾ അല്ല, ബാക്ക്ഗ്രൗണ്ട് ഏരിയ ആണ് അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ റിഫ്രഷ് ബഫറിലോട്ട് ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ഒന്നും ലോഡ് ചെയ്യത്തില്ല. അപ്പോൾ അവിടുത്തെ ബാക്ക് ഫേസിലുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നെക്സ്റ്റ് EHും FG എടുക്കുവാണെങ്കിൽ EHും FG എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോൾ നമ്മുടെ S2 ഓൺ ആവും. ദെൻ ഈ ലൊക്കേഷനിൽ എത്തുമ്പോൾ S2 ഓഫ് ആവും. സോ ഇതിനിടയ്ക്കുള്ള ഇത്രയും പൊസിഷനിൽ ആര് മാത്രമേ ഓൺ ആയിട്ട് കാണൂ? S1 അവിടെ ഓഫാണ്, S2 മാത്രമേ ഓൺ ആയിട്ട് കാണൂ. ദാറ്റ് മീൻസ് S2 മാത്രമേ അവിടെ വിസിബിൾ ആയിട്ടുള്ളൂ. അത്രയും പൊസിഷൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ റിഫ്രഷ് ബഫറിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നമ്മളിവിടെ ഒരു സ്കാൻ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്കാൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയെന്ന് നോക്കുക. AB ഉണ്ട്, BC ഉണ്ട്, EF ഉണ്ട്, EH ഉണ്ട്, FG ഉണ്ട്. അതിൽ ഓരോ പെയർ ഓഫ് എഡ്ജസിനെ എടുക്കണം. ഓരോ പെയർ ഓഫ് എഡ്ജസിനെ എടുത്തിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പൊസിഷൻസ് നോക്കണം. ആ ഇൻ ബിറ്റ്വീൻ പൊസിഷൻസിൽ ഏതൊക്കെ സർഫേസിൻ്റെ ഫ്ലാഗ് ബിറ്റാണ് ഓൺ ആയിട്ടുള്ളതെന്ന് നോക്കണം. ഒരാൾ മാത്രമേ ഓൺ ഉള്ളെങ്കിൽ അതിനർത്ഥം അവിടെ ആ ഒരു പർട്ടിക്കുലർ സർഫസ് മാത്രമേ വിസിബിൾ ഉള്ളൂ. 2 പേര് ഓൺ ആണെങ്കിൽ അതിനർത്ഥം 2 പേരും അവിടെ വിസിബിളാണ്, അവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. ഇനി 2 പേരും ഓഫ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു സർഫസും വിസിബിൾ അല്ല, ബാക്ക്ഗ്രൗണ്ടാണ് വിസിബിൾ. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്കാൻ ലൈൻ 2ഉം 3ഉം എടുക്കുകയാണെങ്കിൽ സ്കാൻ ലൈൻ 2ൻ്റെയും 3ൻ്റെ കേസിൽ 2 കേസിൽ നമുക്ക് ഒരേ സെറ്റ് ഓഫ് എഡ്ജസ് തന്നെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ AD, നെക്സ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുന്നത് ഈ എഡ്ജാണ്, AD EH. നെക്സ്റ്റ് നമ്മൾ സ്കാൻ ലൈൻ ടച്ച് ചെയ്യുന്നത് ഈ എഡ്ജാണ്, BC, ഫൈനലി FG. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ AD കൺസിഡർ ചെയ്യും, ADEH കൺസിഡർ ചെയ്യും. ADEH നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും പോർഷനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ S1 ഇവിടെ വന്നപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അവിടെ S1 മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, S2 അവിടെ ഓഫാണ്. സോ S1 മാത്രമേ അവിടെ വിസിബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ നമ്മൾ സേവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് EHും BCയും എടുക്കുമ്പോൾ ഇത്രയും പോർഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇവിടെ വന്നപ്പോൾ S1 ഓൺ ആയെന്ന് പറഞ്ഞു. ഈ S2 സർഫസിൻ്റെ ഇവിടെ സ്കാൻ ലൈൻ ടച്ച് വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ S2ഉം ഓണായി. സോ ഈ EHനും BCക്കും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനിൽ, EHനും BCക്കും ഇടയ്ക്കുള്ള ഇത്രയും പോർഷനിൽ S1ഉം ഓണാണ്, S2ഉം ഓണാണ്. അതിനർത്ഥം 2 സർഫസ് അവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൻ്റെ എബോവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആരാണ് വിസിബിൾ? ബിഹൈൻഡ് ആയിട്ടുള്ള ആരാണ്? അയാൾ ഇൻവിസിബിൾ അല്ലെങ്കിൽ ഹിഡൻ. അതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അവിടെ ഉള്ള സർഫേസിൻ്റെ എല്ലാം നല്ല ഡെപ്ത് ഇൻഫോർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡെപ്ത് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മളൊരു മെത്തേഡിൽ പഠിക്കുന്നുണ്ട്, നെക്സ്റ്റ് മെത്തേഡിൽ. സോ ഹിയർ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്നും വേണ്ട, ഡെപ്ത് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഡെപ്ത് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരാണോ നമ്മുടെ വ്യൂയിങ് പ്ലെയിനിൽ നിയറസ്റ്റ് ആയിട്ടുള്ളത് അയാളുടെ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ S1ൻ്റെ ഡെപ്ത്, അതായത് നമ്മൾ ഡെപ്ത് നോക്കുമ്പോൾ ഡെപ്ത് കുറവുള്ള ആളായിരിക്കും നമ്മുടെ ഇസഡ് ആക്സിസുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ S1 ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. സോ S1ൻ്റെ ഡെപ്ത് ആയിരിക്കും കുറവ്. സോ S1ൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നത്, S2ൻ്റെ കൺസിഡർ ചെയ്യത്തില്ല. ദെൻ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ എഡ്ജസ് ആയിരിക്കും? ഇപ്പം നമ്മൾ ADയും EHും കൺസിഡർ ചെയ്തു, ദെൻ PCയും EHും കൺസിഡർ ചെയ്തു, ദെൻ EHും FGയും. EHും FGയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും AD, നെക്സ്റ്റ് EH, നെക്സ്റ്റ് BC, ഫൈനലി FG. ഓക്കെ, സോ AD EHൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് S1 ആണ് സേവ് ചെയ്യുന്നത്. ദെൻ EH BCയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് വരും, അവിടെ S1 ആണ്. ദെൻ BC, അതായത് ഈ BC, ദെൻ FG. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവിടെ S1 S2 ഈ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോഴത്തേക്കും S2 എന്താവും? ഈ ലൊക്കേഷനിൽ, അതായത് ഈ റൈറ്റ് ബൗണ്ടറി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ S2 അങ്ങ് ഓഫായി പോകുമല്ലോ. അവിടെ അപ്പോൾ ആര് മാത്രമായിരിക്കും ഓൺ ആയിട്ടിരിക്കുന്നത്? ഈ ലൊക്കേഷനിൽ ഓൺ ആയിട്ടിരിക്കുന്ന S2 മാത്രമായിരിക്കും ഓൺ. S1 ഓഫായി, ഇവിടെ എത്തിയപ്പോൾ S2 എപ്പോഴും ഓൺ ആയിട്ടിരിക്കുകയാണ്. സോ ഇത്രയും പൊസിഷനിൽ S2 മാത്രമേ ഓൺ ആയിട്ടുള്ളൂ. സോ S2 ആയിരിക്കും വിസിബിൾ, S2ൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. രണ്ട് എഡ്ജസിനിടയ്ക്കുള്ള പൊസിഷൻ നോക്കുമ്പോൾ ഏതൊക്കെ സർഫസാണ് അവിടെ ഓടുന്ന് നോക്കണം. ഒരാൾ മാത്രമേ ഓണുള്ളെങ്കിൽ അയാളായിരിക്കും വിസിബിൾ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഓൺ ആണെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് കാണും. ആ കേസിൽ നമ്മൾ ഡെപ്ത് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്ത് ഇൻഫർമേഷൻ ആർക്കാണോ കുറവ്, ആൻഡ് ദാറ്റ് സർഫസ് വിൽ ബി നിയറസ്റ്റ് ടു ദ ഇസഡ് ആക്സിസ്. സോ ദാറ്റ് സർഫസ് in visibility is to be displayed. So that means that surface intensity information should be loaded to the refresh buffer. ഇങ്ങനെയാണ് സ്കാൻലൈൻ മെത്തേഡിൽ നമ്മൾ വിസിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. So scanline method means it's an example of image space method, and it will deals with the multiple surface, and for each scanline gets processed, we need to examine all the edges that will touch that particular scanline, and we need to determine which are the surface which are the surface are visible and which are not visible. Okay, then here two tables on the edge table, which contains the information regarding the edges that get touched by the scanline, and also the polygon table, which contains the information of the surfaces. Then next, a flag bit is also active. Flag bit will be on or off. After left boundary, whenever the scanline touches the left boundary of a surface, the corresponding flag bit will be on, and whenever it left out from the right boundary, this corresponding flag bit or flag value will be off. Okay, so ഏത് സർഫസിൻ്റെ ഫ്ലാഗ് വാല്യൂ ആണോ ഓൺ ആയിട്ടുള്ളത്, that സർഫസ് ആയിരിക്കും വിസിബിൾ. രണ്ടും ഓഫ് ആണെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, കളറായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. രണ്ടും ഓൺ ആണെങ്കിൽ ഡെപ്ത് ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് വിസിബിലിറ്റി ഡിറ്റക്റ്റ് ചെയ്യും. Okay, this is all about scanline method, and thank you.